യോഗം ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ സ്വന്തം MLA ശ്രീ മാനസി കാപ്പൻ, മുഖ്യാതിഥിയായി എത്തുവാൻ സാധിക്കാതെ പോയ ശ്രീ മണി, ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും അവിടെ ഹണിയെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് അത് തുടക്കം കുറിക്കാന്ന് പറയുന്നത് തന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷവും ഐശ്വര്യമുള്ള ഒരു കാര്യം പറയുന്നില്ല. നേരെ പോവാ ആ സ്വർണ്ണ നാണയം ഹണിയുടെ കയ്യിൽ നിന്നും ജിൻസാറിന്റെ ഫാമിലിയിൽ നിന്നും ഏറ്റുവാങ്ങുക. കൺഗ്രാറ്റുലേഷൻസ്. ഇനോഗ്രേഷനോടനുബന്ധിച്ചുള്ള ലക്കി ഡ്രോ വിന്നേഴ്സിനുള്ള സ്വർണ്ണ നാണയത്തിലെ അടുത്ത ഭാഗ്യശാലിക്കുള്ള സമ്മാനമാണ് നമ്മളോട് വെച്ച് കൈമാറുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ചേർന്നതുകൊണ്ട് തന്നെ ഈ ഭാഗ്യശാലിക്കുള്ള ഗോൾഡ് ഇതിൽ നിന്ന് കൈമാറുകയാണ്. വളരെ സന്തോഷം. രാജേഷേട്ട ഓൾ ദി വെരി ബെസ്റ്റ്. ഈ സ്വർണ്ണ നാണയം സമ്മാനമായി കിട്ടി. വൈകുന്നേരം ആവുമ്പോൾ വീട്ടുകാരും ഫാമിലിയുമായി വണ്ടറടിക്കാൻ ഫാന്റസി സിൽസിൽ തന്നെ വരണം കേട്ടോ. നമ്മൾ അടുത്ത ലക്കി ഡ്രോയിലേക്ക് ആറാമത്തെ നറുക്കെടുപ്പാണ്. ആറാമത്തെ ഭാഗ്യശാലിയാണ് കണ്ടെത്തുന്നത്. ഇനി രണ്ടുപേര്, അവസാനത്തെ രണ്ടുപേര് മുന്നാ ജലീൽ. യെസ്, മുന്നാ ജലീലുണ്ടോ? മുന്നാ ജലീൽ കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ മുന്നാ ജലീൽ അവിടുത്തെ കൈയുയർത്തി ഞാൻ ഇവിടെ ഉണ്ട് എന്ന് അടയാളം കണ്ടിട്ടുണ്ട്. 407 അതാണ് മുന്നാ ജലീലിന്റെ അവസാനത്തെ 3 ഡിജിറ്റ്സ് മൊബൈൽ നമ്പറിന്റെ. സോ പ്രതീക്ഷ, നമ്മുടെ സമ്മാനങ്ങളെല്ലാം റെഡിയാണ്. അടുത്ത സ്വർണ്ണ നാണയ വിജയിയെ നമ്മൾ കാത്തിരിക്കുന്നു. 7 സമ്മാനങ്ങളാണ് നമുക്ക് നൽകാനുള്ളത്. അപ്പോൾ അടുത്ത വിന്നർ കൂടി എത്തിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ഉദ്ഘാടനത്തിലേക്ക് നീങ്ങാം. അതിനുശേഷം സൗജന്യമായി നമുക്ക് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിലേക്ക് വൗച്ചേഴ്സ് നമുക്ക് സമ്മാനമായിട്ട് നൽകാൻ സാധിക്കുന്നു. മുന്നാ ജലീൽ, നമ്മുടെ സ്വന്തം മുന്നാ ജലീൽ വേദിയിലേക്ക് എത്തുകയാണ്. ഈ വേട്ടക്കാരിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പാലായിലെത്തി ഫാന്റസി സിൽസിന്റെ ഇനോഗ്രേഷനെത്തി ഈ സമ്മാനം ഏറ്റുവാങ്ങാനായിട്ട് ഞാൻ മുന്നേ ഇൻവൈറ്റ് ചെയ്യണം. മുന്നേ ഈ മൊബൈൽ നമ്പർ ഒന്ന് പറയാമോ? കൂടുതലൊന്നും ഞാൻ ചോദിക്കാൻ പറയുന്നില്ല. ഹണിയുടെ കയ്യിൽ നിന്നും ഈ സമ്മാനം വാങ്ങാനുള്ള ഒരു സ്വപ്നം കണ്ടിരിക്കുന്ന ഒരാളായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗിഫ്റ്റ് നമ്മുടെ ഹാൻഡ് ഓവർ ചെയ്യാണ്. വളരെ സന്തോഷത്തോടു കൂടി തന്നെ നമുക്ക് ഇനി ഒരു ഫൈനൽ അല്ലെ, ഒരു ഗോൾഡ് കോയിൻ കൂടി നമുക്ക് ലക്കി ഡ്രോയിലൂടെ നിർവഹിക്കാനുണ്ട്. അപ്പൊ ഹണിയുടെ കയ്യിൽ നിന്ന് തന്നെ നമ്മള് ഫൈനലി 7ാമത്തെ ലക്കി ഡ്രോ വിന്നറിനുള്ള സ്വർണ്ണ നാണയം കൂടി നൽകാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, നമ്മുടെ ലാസ്റ്റ് ഭാഗ്യശാലി, അവസാനത്തെ സ്വർണ്ണ നാണയം സമ്മാനമായിട്ട് ലഭിക്കുന്ന ആ ഒരു ഭാഗ്യശാലിയാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ഇത്രയും നേരം നമ്മൾ വിളിച്ചപ്പോ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇദ്ദേഹം കൂടി ഇവിടെ ഉണ്ടാവുമോ നമുക്ക് നോക്കാം. ഓക്കെ, ഇമാമുദ്ദീൻ ഉണ്ടോ? ഇമാമുദ്ദീൻ അവിടെ ഏറ്റവും ബാക്കില് ആ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ഇമാമുദ്ദീൻ 7ാമത്തെ സ്വർണ്ണ നാണയം സമ്മാനമായിട്ട് ലഭിക്കുന്ന ആ ഭാഗ്യശാലിയാണ് സ്റ്റേജിലേക്ക് എത്തുന്നത്. ഇനോഗ്രേഷന് ശേഷം വേഗത്തിൽ തന്നെ നമുക്ക് ഇവിടെ ബാക്കിയുള്ള 10 വിന്നേഴ്സിനുള്ള വൗച്ചേഴ്സിന്റെ ലക്കി ഡ്രോയിലേക്ക് നീങ്ങാനായിട്ട് സാധിക്കും. ചിന്നു സാറും അതുപോലെ രഞ്ജിനി മാമും അമ്മച്ചിയും മക്കളും എല്ലാവരും ഒരുപാട് കാലത്തെ പ്രാർത്ഥനയും സ്വപ്നവുമാണ് ഇത്രയും വലിയൊരു വിജയ സംരംഭം. അത് പാലായുടെ മണ്ണിൽ അഭിമാനത്തോടു കൂടി തന്നെ 20ഓളം വർഷത്തെ പാരമ്പര്യവുമായി പാലാക്കാർക്ക് വേണ്ടി ഇനി ആഘോഷങ്ങൾ ഏതാണെങ്കിലും പുതുമയേറിയ വസ്ത്രങ്ങൾ നൽകാനായി അവരുടെ ഒരു കുടുംബം എന്ന രീതിയിൽ ഫാന്റസി സിൽസിൽ രജിസ്റ്റർ ആയി കഴിഞ്ഞിരിക്കും. അതിന് തെളിവാണ് ഇന്നൊരു വർക്കിംഗ് ഡേ ആയിട്ട് പോലും ഇത്രയും പാലായിൽ കാണാൻ പറ്റിയത്. അത് രാവിലെ തന്നെ മണിയുടെ ഒരുപാട് സ്നേഹവും സന്തോഷവും ഒക്കെ ഞങ്ങൾ
നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് നിങ്ങൾ ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ എൻ്റെ ഒരു ചെറിയ ചിത്രം വരുന്നുണ്ട്. ജാനുവരി ഫെബ്രുവരി ആ ഒരു ദിവസത്തേക്കായിരിക്കും റേഞ്ചിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഒത്തിരി 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 നന്ദി. നടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ബാക്കി 10 ഭാഗ്യശാലികൾക്കുള്ള പർച്ചേസ് വൗച്ചർ എന്ന നറുക്കെടുപ്പ് ഇവിടെ നടക്കുന്നുണ്ടായിരിക്കും. ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ എന്ത് ആഘോഷങ്ങളുണ്ടെങ്കിലും അവിടെ ഹണിയെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് അവർ തുടക്കം കുറിക്കുക എന്ന് പറയുന്നത് തന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷവും ഐശ്വര്യമുള്ള ഒരു കാര്യം പറയുന്നില്ല. നേരെ പോവാ ആ സ്വർണ്ണ നാണയം ഹണിയുടെ കയ്യിൽ നിന്നും ജിൻസാന്റെ ഫാമിലിയിൽ നിന്നും ഏറ്റുവാങ്ങുക. കൺഗ്രാറ്റുലേഷൻസ്. ഫാന്റസി സിൽക്സ് ഇനോഗ്രേഷനോടനുബന്ധിച്ചുള്ള ലക്കി റോബിനസിനുള്ള സ്വർണ്ണ നാണയത്തിലെ അടുത്ത ഭാഗ്യശാലിക്കുള്ള സമ്മാനമാണ് നമ്മളിവിടെ വെച്ച് കൈമാറുന്നത്. അതേ തന്നെ കുടുംബാംഗങ്ങൾ ചേർന്നതുകൊണ്ട് തന്നെ ഈ ഭാഗ്യശാലിക്കുള്ള ഗോൾഡ് ഇവിടെ നിന്ന് കൈമാറുകയാണ്. വളരെ സന്തോഷം. ഓൾ ദി വെരി ബെസ്റ്റ്. ഈ സ്വർണ്ണ നാണയം സമ്മാനമായി കിട്ടി. വൈകുന്നേരം ആവുമ്പോൾ വീട്ടുകാരും ഫാമിലിയുമായി കൊണ്ടടിക്കാൻ ഫാന്റസി സിൽക്സിൽ തന്നെ വരണം കേട്ടോ. നമ്മൾ അടുത്ത ലക്കി ഡ്രോയിലേക്ക് നീങ്ങുകയാണ്. ആറാമത്തെ നറുക്കെടുപ്പാണ്. ആറാമത്തെ ഭാഗ്യശാലിയാണ് കണ്ടെത്തുന്നത്. ഇനി രണ്ടുപേര്, അവസാനത്തെ രണ്ടുപേര് മുന്ന ജലീൽ. യെസ്, മുന്ന ജലീൽ ഉണ്ടോ? മുന്ന ജലീൽ. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ മുന്ന ജലീൽ അവിടെ കൈ ഉയർത്തി ഞാനിവിടെ ഉണ്ട് എന്ന് അടയാളം തന്നിട്ടുണ്ട്. 407 അതാണ് മുന്ന ജലീലിന്റെ അവസാനത്തെ 3 ഡിജിറ്റ്സ് മൊബൈൽ നമ്പറിന്റെ. സോ പ്രതീക്ഷയിൽ നമ്മുടെ സമ്മാനങ്ങളെല്ലാം റെഡിയാണ്. അടുത്ത സ്വർണ്ണ നാണയ വിജയിയെ നമ്മൾ കാത്തിരിക്കുന്നു. 7 സമ്മാനങ്ങളാണ് നമുക്ക് നൽകാനുള്ളത്. അതിൽ അടുത്ത വിന്നർ കൂടി എത്തിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ഉദ്ഘാടനത്തിലേക്ക് നീങ്ങാം. അതിനുശേഷം സൗജന്യമായി ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിലേക്ക് വൗച്ചേഴ്സ് നമുക്ക് സമ്മാനമായിട്ട് നൽകാൻ സാധിക്കുന്നു. മുന്ന ജലീൽ, നമ്മുടെ സ്വന്തം മുന്ന ജലീൽ വേദിയിലേക്ക് എത്തുകയാണ്. ഈരാറ്റുവേട്ടക്കാരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാലായിലെത്തി ഫാന്റസി സിൽക്സിന്റെ ഇനോഗ്രേഷൻ എത്തി ഈ സമ്മാനം ഏറ്റുവാങ്ങാനായിട്ട് ഞാൻ മുന്നേ ഇൻവൈറ്റ് ചെയ്യണം. മുന്നേ ഈ മൊബൈൽ നമ്പർ ഒന്ന് പറയാമോ? കൂടുതലൊന്നും ഞാൻ ചോദിക്കാൻ പറയുന്നില്ല. ഹണിയുടെ കയ്യിൽ നിന്നും ഈ സമ്മാനം വാങ്ങാനുള്ള ഒരു സ്വപ്നം കണ്ടിരിക്കുന്ന ഒരാളായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗിഫ്റ്റ് നമ്മുടെ ഹാൻഡ് ഓവർ ചെയ്യാണ്. വളരെ സന്തോഷത്തോട് കൂടുതൽ നമുക്ക് ഇനി ഒരു ഫൈനൽ അല്ലെ, ഒരു ഗോൾഡ് കോയിൻ കൂടി നമുക്ക് ലക്കി ഡ്രോയിലൂടെ നിർവഹിക്കാനുണ്ട്. അപ്പൊ ഹണിയുടെ കയ്യിൽ നിന്ന് തന്നെ നമ്മൾ ഫൈനലി 7ാമത്തെ ലക്കി ഡ്രോ വിന്നറിനുള്ള സ്വർണ്ണ നാണയം കൂടി നൽകാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, നമ്മുടെ ലാസ്റ്റ് ഭാഗ്യശാലി, അവസാനത്തെ സ്വർണ്ണ നാണയം സമ്മാനമായിട്ട് ലഭിക്കുന്ന ആ ഒരു ഭാഗ്യശാലിയാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ഇത്രയും നേരം നമ്മൾ വിളിച്ചപ്പോൾ എല്ലാവരും കൂടി തന്നെ ഉണ്ടായിരുന്നു. ഇദ്ദേഹം കൂടി ഇവിടെ ഉണ്ടാവുമോ നമുക്ക് നോക്കാം. ഓക്കെ, ഇമാമുദ്ദീൻ ഉണ്ടോ? ഇമാമുദ്ദീൻ ദേ അവിടെ ഏറ്റവും ബാക്കില് ആ സൈഡിൽ വരുന്നുണ്ട്. ഇമാമുദ്ദീൻ നമ്മുടെ 7ാമത്തെ സ്വർണ്ണ നാണയം സമ്മാനമായിട്ട് ലഭിക്കുന്ന ആ ഭാഗ്യശാലിയാണ് സ്റ്റേജിലേക്ക് എത്തുന്നത്. എനിക്ക് നമ്പർ വളരെ സന്തോഷത്തോടു കൂടി തന്നെ 592 അതാണ് അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ്സ് പറയുന്നത്. ഫാന്റസി സിൽക്സിന്റെ ഇനോഗ്രേഷൻ അനുബന്ധിച്ചുള്ള ആഘോഷത്തിലേക്ക് പങ്കെടുക്കാനായി എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ നറുക്കെടുപ്പിലൂടെ വിജയികളാകാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു. ഹണിയുടെ ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഈ വിജയികൾക്കായുള്ള യാത്രയുടെ ഭാഗമായതാണ്. വളരെ സന്തോഷം. നമുക്ക് അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പർ ഒന്ന് മാച്ച് ചെയ്ത് നോക്കാം. സ്വർണ്ണ നാണയങ്ങൾ മാത്രമേ എടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ. എല്ലാം വളരെ ശരിയാണ്. വളരെ സ്നേഹത്തോടെ നമുക്ക് ഈ സമ്മാനം അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് നൽകാം. 7ാമത്തെ ലക്കി ഡ്രോ ഭാഗ്യശാലിയെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. പിന്നെ 10 ഭാഗ്യശാലികൾ കൂടിയുണ്ട്. നമുക്ക് 10 പേർക്ക് ഈ വൗച്ചേഴ്സ് നിങ്ങളെ കാത്തിരിക്കുകയാണ്. അപ്പൊ ആരും അതിൽ നിരാശപ്പെടേണ്ടതില്ല. 7ാമത്തെ ലക്കി ഡ്രോ വിന്നറിനെങ്കിലും സ്വർണ്ണ നാണയം കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടിയില്ലെങ്കിലും പാലക്കാരെല്ലാം ഇപ്പോഴും മറ്റുള്ളവരുടെ സന്തോഷത്തിൽ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഒരു കല്ലിയൊക്കെ കൊടുക്കുക നമ്മുടെ 7 വിന്നേഴ്സിന് വേണ്ടി. കൺഗ്രാറ്റുലേഷൻസ് എല്ലാ വിന്നേഴ്സിനും. നമ്മൾ വളരെ പെട്ടെന്ന് നാളെ കുറിച്ചുകൊണ്ട് ഇനോഗ്രേഷന് ശേഷം വേഗത്തിൽ തന്നെ നമുക്ക് ഇവിടെ ബാക്കിയുള്ള 10 വിന്നേഴ്സിനുള്ള വൗച്ചേഴ്സിന്റെ ലക്കി ഡ്രോയിലേക്ക് നീങ്ങാനായിട്ട് സാധിക്കും. അപ്പൊ ജിനു സാറും അതുപോലെ രഞ്ജി മാമും അമ്മച്ചിയും മക്കളും എല്ലാവരും ഒരുപാട് കാലത്തെ പ്രാർത്ഥനയും സ്വപ്നവുമാണ് ഇത്രയും വലിയൊരു വിജയ സംരംഭം. അത് പാലായുടെ മണ്ണിൽ അഭിമാനത്തോടു കൂടി തന്നെ 20ഓളം വർഷത്തെ പാരമ്പര്യവുമായി പാലാക്കാർക്ക് വേണ്ടി ഇനി ആഘോഷങ്ങൾ ഏതാണെങ്കിലും പുതുമയേറിയ വസ്ത്രങ്ങൾ നൽകാനായി അവരുടെ ഒരു കുടുംബം എന്ന രീതിയിൽ ഫാന്റസി സിൽക്സ് രജിസ്റ്റർ ആയി കഴിഞ്ഞിരിക്കും. അതിന് തെളിവാണ് ഇന്നൊരു വർക്കിംഗ് ഡേ ആയിട്ട് പോലും ഇത്രയും വലിയൊരു ജനക്കൂട്ടം നമുക്ക് പാലായിൽ കാണാൻ പറ്റിയത്. അതിരാവിലെ തന്നെ ഹണിയുടെ ഒരുപാട് സ്നേഹവും സന്തോഷവും ഒക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അറിയാം. നേരെ നമുക്ക് ചടങ്ങിലേക്ക് നീങ്ങാം. സൗജി ഹണി ഇവിടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് നിങ്ങൾ ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ എൻ്റെ ഒരു ചെറിയ